സ്ഫടികം ഇതുപോലെ തന്നെ എഴുതി വെച്ച ആദ്യമൊക്കെ ഭയങ്കരമായി തോന്നി. എത്ര പ്രാവശ്യം അത് റീറൈറ്റ് ചെയ്തു, എത്ര പ്രാവശ്യം. എനിക്ക് തോന്നുന്നൊരു 2.5 to 3 years ആ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ ആയിരിക്കത്തില്ലേ ഈ എല്ലാം മറന്നാലും സ്ഫടികം എന്ന ചിത്രം ആർക്കും മറക്കാൻ പറ്റത്തില്ല. അതിനകത്തെ ഫിലിം മേക്കറോ സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ അതിൽ അഭിനയിച്ച അഭിനേതാക്കളോ ഒക്കെ, അതിൻ്റെ ഫിലിം മേക്കറോ ഒക്കെ വളരെ വളരെ സെക്കൻഡറിയാണ്. അതിൽ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിച്ച സന്ദേശമാണ് അതിൻ്റെ പ്രത്യേകത. അങ്ങനെ ഒരു ചലച്ചിത്രം അന്നേ വരെ ഭൂമുഖത്തുണ്ടായിട്ടില്ല. കാരണം അതിൻ്റെ അടിസ്ഥാനം പേരൻറ്റിങ് ആണ്. ഒരു കുട്ടീനെ, ഒരു മകനെ, ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയെ എങ്ങനെ പരിഷ്കരിക്കണം, ഒരു പിതാവ് തൻ്റെ മകനെ എങ്ങനെ വളർത്തിയെടുക്കണം എന്ന് ആണ് അതിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ പടത്തിൻ്റെ പര്യവസാനി ഒരു റൗഡിയുടെ മനംമാറ്റമായിരുന്നില്ല, ഒരു പിതാവിൻ്റെ തിരിച്ചറിവായിരുന്നു.